അതെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കണമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെയുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ കാര്യത്തിലെ കുക്കിങ്, ഗോതമ്പ് നൂഡിൽസ് ഉണ്ടാക്കുന്നതോ പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകളോ. ഇന്നത്തെ ഒരു ദിവസം ഒരു സുഖമില്ലാത്തൊരു കഷ്ടകാലത്തിന്റെ ഒരു ദിവസമാണ് കേട്ടോ. ഈ ഒരു ദിവസം തലേന്നൊക്കെ അല്ല, പിറ്റേന്ന് രാവിലെ കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പ്, 1.5 നാഴി കേട്ടോ, കപ്പല്ല നാഴി എന്നൊക്കെ പറയില്ലേ, ആ ഒരു അളവിൽ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ എന്താക്കണം, ആദ്യം നന്നാക്കി കുഴച്ചിട്ട് ഇളം ചുടു വെള്ളത്തിൽ കുഴക്കട്ടോ. ഇളം ചുടു വെള്ളത്തിൽ കുഴച്ചിട്ട് നമുക്ക് നൂഡിൽസ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടോ. വൈകുന്നേരമായി ഒരു ഉറക്കൊക്കെ ഉറങ്ങി എഴുന്നേറ്റാലില്ലേ ഇതാണ് കേട്ടോ, നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പറയാം. ഉണ്ടാക്കി തരാൻ പറഞ്ഞതാ. ഇന്നലെ ഇപ്പം നൂൽപുട്ട് തേങ്ങാപ്പാലൊക്കെ ആയിട്ട് ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കി തരുകയാണ് കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പം നമ്മളെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഗോതമ്പ് പൊടി ഇല്ല, അപ്പോൾ ഗോതമ്പ് നൂഡിൽസ് ആ വിചാരിച്ചു. അങ്ങനെ പറ്റി വെച്ചപ്പോൾ അങ്ങനെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ ഇതൊക്കെ ഇളഞ്ചുട് വെള്ളത്തിൽ കുഴച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, സാധാരണ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്ക് പ്രസ് ചെയ്യട്ടോ. അതിൽ ഓൺലൈൻ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കൊള്ളും. അപ്പോൾ ഇടയിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുഴച്ച് ശരിക്കേണ്ട ആവശ്യമിട്ടാം. അപ്പം ഇങ്ങനെ കുഴക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്ലേറ്റിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒന്നും ഇങ്ങനെ തന്നെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതിലേക്കുള്ള പച്ചക്കറികളൊക്കെ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ നൂഡിൽസ് ആദ്യം റെഡിയാക്കട്ടെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടെടുപ്പത്ത് വെക്കുക. അപ്പോൾ ഈ ഇതിലേക്ക് തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുക. കുഴച്ചെടുത്തപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കിത് കുറച്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ അടിയിൽ ഞാൻ വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കിച്ചണിലുണ്ട്, അതൊക്കെ ഒന്ന് കേക്ക് വെക്കട്ടെ വിചാരിച്ചിട്ട് പോയതായിട്ട്. ഒരു 4 പാത്രം കേക്കിയാൽ അതവിടെ റെഡി ആയിക്കോളും. അപ്പോൾ അതൊക്കെ കേക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ സാധാരണ നൂഡിൽസിന്റെ മാതിരി ഒന്നല്ല കേട്ടോ, കുറച്ച് പണിയുണ്ട്, കുറച്ച് റിസ്ക് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണ നൂഡിൽസ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ. തിളപ്പിച്ചെടുത്തിട്ടുള്ള ഇതിലെ പച്ചക്കറികളൊക്കെ റെഡിയാക്കി എടുത്താൽ മതി. ഇത് ഗോതമ്പ് നൂഡിൽസ് തന്നെ ആയതുകൊണ്ട് തന്നെ പൊടിക്ക് വേണ്ടിയിട്ട് ഇളഞ്ചിട്ട് വെള്ളം ഉണ്ടാക്കണം. പിന്നെ അതിൽ നിന്നിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ വെള്ളം തിളപ്പിച്ച് അതിക്കൊക്കെ കിട്ടണം. അപ്പോൾ ആ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 7 നാഴിയിൽ ഞാൻ ഇട്ടെടുക്കട്ടെ. അപ്പോൾ ഈ നൂഡിൽസിന് വലിയ ഹോളില്ല ഇതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അന്ന് എനിക്കത് കിട്ടിയിട്ടില്ല. പണ്ട് ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതിൽ എനിക്ക് ചെറിയ സാധാരണ നൂലപ്പത്തിൻ്റെ ഇതിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഒക്കെ തിരഞ്ഞെടുപ്പിൽ കണ്ട് കിട്ടി. അന്ന് കുറേ തിരഞ്ഞെടുത്തു, നല്ലത് കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോഴിതാ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ഒന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ടാവും നമുക്ക് കിട്ടും. നമ്മൾ നൂഡിൽസ് ഇട്ടെടുക്കുക. തിളച്ചിട്ട് പിന്നെ നന്നാക്കിയിട്ടുണ്ട് ഇളക്കി കൊടുക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ടെടുക്കട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അടുക്കളയിലാണ് ഇതിന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ കുറഞ്ഞൊരു സൈഡ് കൊടുക്കലൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ഫസ്റ്റത്തെ ട്രിപ്പ് ഇട്ടെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഇളക്കി കൊടുക്കേണ്ടത് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ 2ാം ട്രിപ്പ് ഇട്ടെടുക്കുകയാണ്. പിന്നെ 3ാമത്തെ ട്രിപ്പ് ഒക്കെ ഒറ്റടിക്ക് തന്നെ ഇട്ടെടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പം എനിക്കിത് കഴിക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ 2-3 പ്രാവശ്യം ഇതിലേക്ക് ഇടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒട്ടിപ്പിടിക്കുന്ന സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ സാധാ നൂഡിൽസിൻ്റെ ഒക്കെ മാതിരി തന്നെ കേട്ടോ. അപ്പം നമുക്ക് നൂഡിൽസിനൊക്കെ പൂതിയാകുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കട്ടോ. എന്തിനും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ കുറച്ച് സോസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചെടുത്താൽ നമുക്ക് നൂഡിൽസിന് പകരം നൂഡിൽസുമായി. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം നമ്മളെ 7 നാഴിയിട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കൽ ഞാനത്
എന്താ നേരിട്ട് ചട്ടിക്ക് ഇട്ടെടുത്തിട്ടില്ല. ഒരു പാത്രത്തിൽ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞൊരു ഒട്ടിപ്പിടിച്ച മാതിരിയില്ല. പക്ഷെ തീ ഇട്ടപ്പോൾ തളച്ച വെള്ളത്തിൽ കണ്ടപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ എന്താ പറയാല്ലത്. അങ്ങനെ ഏതായാലും ഇത് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ട് നമുക്കിത് നല്ല ഹോളില്ലൊരു പാത്രത്തേക്ക് ഇത് ഊറ്റിയെടുക്കണം കേട്ടോ. ഏതായാലും തിളച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അത് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അവിടെ കിടക്കട്ടെ. ഇനി ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നോക്കിയാൽ മതി. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസുകൾ തയ്യാറാക്കി ഇതാക്കണം കേട്ടോ. ജിതുവിനാണ് ഇന്ന് വല്ലാതെ സൂര്യൻ കൊടുക്കുന്നുണ്ട്. അതൊന്നും ഇതിലില്ലാന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ വേണം, കാബേജ്, സവാള, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ കുറേ പച്ചക്കറികൾ വേണം കേട്ടോ. പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതൊന്നും കേട്ടോ. മല്ലിയില അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇട്ട് വെച്ചിട്ട് സൺഫ്ലവർ ആയാലും മതി, ഒലിവ് ഓയിൽ മതി, ഒലിവ് ഓയിൽ ആവുന്നതാണ് നൂഡിൽസിനായിട്ടൊരു ഇത് കിട്ടുക എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇടുന്നുണ്ട്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. അപ്പം ഞങ്ങൾ ഒരു സവാള കേട്ടോ. അപ്പം ചെറിയൊരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇത് ഗോൾഡൻ നിറം ആകുന്നവരെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചൊരു 4-5 അളവൊന്നുമില്ല, കുറച്ച് ചുവന്നുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ഇതിൻ്റെ പുളിയും ടേസ്റ്റൊക്കെ ആയാലും ഇങ്ങനെ അത് എടുത്ത് കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇത്ര ടൊമാറ്റോ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5-6 വെളുത്തുള്ളിൻ്റെ അല്ലും ചേർത്ത് കൊടുക്കുക, ചെറുതാക്കി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 ചീരാപറമ്പിൻ്റെ മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് കാരണം വലിയ ധൈര്യമൊന്നുമില്ല ഇടാൻ. അപ്പം എന്നാലും ഞാനത് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കാബേജ് കേക്ക് വെച്ച കാബേജ് ഇട്ടോ. അത് ഇനിയാണ് എനിക്ക് കട്ട് ചെയ്ത് തന്നത്. ബാക്കിയൊക്കെ ഞാൻ ചെയ്തിട്ടോ. അപ്പോൾ കുറച്ച് നേരം ജസ്റ്റ് മൊഴിഞ്ഞപ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നാക്കിയിട്ട് വേവിച്ചെടുക്കട്ടെ. വെന്തതിന് ശേഷം വേണം നമ്മൾ തിളപ്പിച്ച് വെച്ച ഗോതമ്പ് നൂഡിൽസ് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പം ഞാൻ അങ്ങനെ മുളക് പൊടി വേണ്ട വിചാരിച്ചിട്ട് അപ്പം മുന്നേ ചെറുതായിട്ട് ഇത് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മുളക് പൊടി കൂടി ചേർത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് മുളക് പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. അടുക്കളയിലാണെങ്കിൽ ജിതുമോന് തിരക്ക് കൂട്ടൽ തുടങ്ങി കേട്ടോ. നൂഡിൽസ് ഇടാൻ വെച്ച് നൂഡിൽസ് പറഞ്ഞത്. അപ്പം ഞാൻ ഇതിപ്പോൾ ആക്കി തരാം, പെട്ടെന്നാകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ആക്കി വെച്ച തിളപ്പിച്ച് വെച്ച നൂഡിൽസ് ഇതിലേക്ക് ചേർത്തി കൊടുത്ത്. ആദ്യം ഞാൻ കുറച്ച് ചേർത്തി കൊടുത്തിട്ടോ. പിന്നെ ഞാൻ ഒന്നിട്ട് ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ അതിനനുസരിച്ചുള്ള പാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെപ്പാടെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ആക്കാൻ വിചാരിച്ചിട്ട് പിന്നെ ഇട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇട്ട്. അപ്പോൾ മുളക് പൊടി ഇപ്പോഴാണ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഞാനത് വേണ്ട വിചാരിച്ച സംഗതിയാണ്. അപ്പം ഇനി ഒന്ന് വേണം. പിന്നെ മാഗി മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പം എൻ്റെ കയ്യിൽ അതൊന്നുമില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പം ഇല്ലത് വെച്ചിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇതൊക്കെ മതി വിചാരിച്ചിട്ടാണ് ഉള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസോ പിന്നെ സോയാ സോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കുക. പിന്നെ മാഗി മസാല കൂടി ഉണ്ടാവുമ്പോൾ ആ മാഗിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് തന്നെ ആയിട്ടോ. അപ്പം ഇതിങ്ങനെയൊക്കെ തന്നെ കഴിക്കുക. അപ്പോൾ ഇവർക്ക് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ മതി. അപ്പോൾ നമ്മൾ നൂഡിൽസ് എത്ര പെട്ടെന്ന് ആയില്ലേ. ആദ്യം കുറച്ച് റിസ്ക് എടുത്തണെങ്കിലും പിന്നെ എല്ലാം പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി കുട്ടികൾക്ക് കൊടുക്കണം, എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഇതാ എനിക്ക് എല്ലാവരുടെയും കാര്യം പറയാനുള്ളത്, ഇന്ന് റേഷൻ പൊടിയിൽ നിന്ന് കിട്ടുന്ന കടയിൽ നിന്ന് വാങ്ങുന്നത് ഗോതമ്പ് പൊടിയൊന്നും ആരും കളയണ്ട കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടില്ലേ, നമ്മൾ ആട്ടപ്പൊടി വെച്ചിട്ട് ഇപ്പോൾ എന്തെല്ലാം വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കിയില്ലേ. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഗോതമ്പ് കൊണ്ടില്ലേ നൂലപ്പം ഉണ്ടാക്കി, നൂൽപുട്ടും ഏകദേശം ഒന്ന്. അത് എവിടെ നൂൽപുട്ടിനും നൂലപ്പം തന്നെ എന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടി എൻ്റെ അടുത്ത് കുറച്ച് ചീരമുളക് ഉണ്ടായതുകൊണ്ട്, ചീരാപ്പറങ്കിൻ്റെ മുളക് ഉണ്ടായതുകൊണ്ട്, പച്ചമുളകും ചുവന്തമുളകും ഉണ്ടായത് ഞാൻ ആദ്യം പച്ചയും പിന്നെ ചുവപ്പും ഇങ്ങനെ അടിയിൽ അന്നേരം ഇട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ. പക്ഷെ കഴിക്കുമ്പോൾ ഇതൊക്കെ ഇല്ല കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ, ചുവപ്പും പച്ചപ്പാകുമ്പോൾ രസം ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ. അപ്പോൾ ഈ മുളകൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെക്കട്ടോ. അപ്പോൾ ഞാൻ അതൊരു ടേസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. മിന്നുവിന് എന്തോ പറഞ്ഞു, അവൾക്ക് കട്ടി കയറിയതുകൊണ്ട് ഇഷ്ടമില്ല എന്നാണ്ട് പോയി. പിന്നെ അവൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗോതമ്പ് പൊടിക്ക് എല്ലാ പരിപാടി, ഇപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ എല്ലാ പരിപാടികളൊക്കെ ആട്ടപ്പൊടി വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞാൻ ജിതുമോനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മദ്രസ്ക്ക് സ്കൂൾക്കൊന്നും പറഞ്ഞേക്കാറില്ല. ഞാൻ അപ്പം ഇന്ന് ജിതുമോനെ മദ്രസ്ക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. മിന്നുവിനോട് ഉസ്താദ് ചോദിച്ചിരുന്നൊക്കെ പറഞ്ഞതിൽ ഞാൻ പിറ്റേന്ന് ഇവിടെ ഇങ്ങനെ ബോറടിക്കേണ്ട വിചാരിച്ചിട്ട് ഒരു 2 മണിക്കൂർ ഇരുന്നാൽ മതില്ല. അപ്പം മദ്രസ്ക്ക് പറഞ്ഞേക്കണ്ട. അപ്പം അതിലേക്കത് അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവന് പോകാനൊന്നും മതിയൊന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിലും കാണിക്കാറൊന്നുമില്ല കേട്ടോ. ആദ്യം അതൊക്കെ പറയുമെങ്കിലും പിന്നെ പോവുക ചെയ്യട്ടോ. അപ്പം അങ്ങനെ അവനെ പറഞ്ഞേക്കാണ്.
എനിക്ക് വലിയൊരു ഉഷാറൊന്നുമില്ല പറഞ്ഞേക്കാന്. അപ്പൊ അങ്ങനെ ഓനെ പറഞ്ഞേച്ചിട്ട് നിന്നെ മോള് മദ്രസ ഇട്ട് വന്നിട്ടോ. അപ്പോഴേക്ക് ഇതാ കറണ്ട് ഇല്ല. അപ്പോൾ ഇവൾക്കാണെങ്കിൽ അവളെ യൂണിഫോം അയൺ ചെയ്യണം, ഒരേ ഒരു നിർബന്ധം. കറണ്ട് ഇല്ലാത്തൊരു ടൈമില് കറണ്ട് ഇല്ലാഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് കറണ്ട് ഇല്ലാതെ കുട്ടിക്കോട്ടെ ഉമ്മച്ചി ഇത് പറ്റൂല, അങ്ങനെ ഫേനൊക്കെ ആകെ ചുളിഞ്ഞ് കഴിക്കുന്നതാണ്. അപ്പൊ ഞാൻ കുക്കറിൽ വെള്ളം ചൂടാക്കി കൊടുക്കണ്ടോ, ചൂടാക്കി കൊടുത്തുകൊണ്ട് ഒരു വിസിലടിക്കാൻ നേരത്ത് പിന്നെ കറണ്ട് വന്നും ചെയ്ത്. അപ്പൊ അത് ഓഫാക്കി വന്നു. അപ്പൊ ആ ഒരു ഇതില് കൊടുത്തപ്പോ അതേപോലെ കറണ്ട് പോയി ചൂടായി വന്നപ്പോഴേക്ക്. അപ്പൊ എന്താ കടുക് റെഡിയാണില്ല, കുക്കർക്ക് റെഡിയാണില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ആകെ ഒരു വസുവാസമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ആകെ ദേഷ്യം പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് കറണ്ടിന് ഭയങ്കര വല്ലാത്തൊരു മനുഷ്യനെ കളിപ്പിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെയും വരിക പിന്നെയും പോവുക, അങ്ങനെ ഓള് പോകുന്നത് വരെ അങ്ങനെ കറണ്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് സ്പീക്കറിടണ്ട, പിന്നെ ഒരിക്കലാവാ എല്ലാവരും അതേപോലെ സ്കൂൾക്ക് പോകുന്നത് തന്നെയല്ലേ, മാത്രമല്ലല്ലേ പോകുന്നതൊക്കെ പറഞ്ഞങ്ങനെ സമാധാനിപ്പിച്ചു. ഒക്കെ എങ്ങനെയായാലും അയാൾ ചെയ്യാതെ പോകില്ല എന്നൊരു മട്ടത്തിലും വാശിയിലും ആയി. അപ്പൊ അങ്ങനത്തെ ഞാൻ കുറച്ച് മുറ്റത്തിരുന്നപ്പോ ഇങ്ങനെ കുറച്ച് ക്ലിപ്പ് എടുത്തതാണ്. അങ്ങനെയാണ് അവൾക്ക് പോകാനുള്ള ടൈമും ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം ഓള് സ്കൂൾക്ക് പോകാറില്ല. അപ്പൊ പനിയും കാലുവേദനയൊക്കെ ആയിട്ട് അതുകൊണ്ട് സ്കൂളിന്റെ പോക്കൊക്കെ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ ഇറങ്ങാൻ വല്ലാതൊന്നും ഇല്ല, പഠിക്കുക തന്നെയാണ്. അപ്പൊ ഇന്ന് ഡ്രൈവർ കണ്ടിട്ടില്ലെങ്കിൽ എന്നത്തെയും പോലെ ഇല്ല വിചാരിച്ചാൽ നേരത്തെ പോകും വിചാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിയാലാണ്. അങ്ങനെ ഇറങ്ങി. അപ്പൊ ഞാൻ മുറ്റത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി ഓർഡർ ആക്കിയിരുന്നു. അപ്പൊ അത് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ വീട് എവിടെ ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വീട് സ്ഥലത്തൊക്കെ പറഞ്ഞെടുത്ത് 2 മിനിറ്റ് കൊണ്ട് എത്താറുണ്ട്. അങ്ങനെ എത്തിയതാണ്. അപ്പൊ അതിൽ എടുത്ത വീഡിയോസ് ആണ്. അപ്പൊ ഇന്നാണെങ്കിൽ അൺബോക്സ് ചെയ്യെങ്കിൽ അവള് വരണം, ഇവർക്കാണെങ്കിൽ പോകാനും ബസ് വരാനായിരിക്കും. ഇതൊന്ന് കിട്ടി നോക്കുമ്പോൾ ഓൾക്ക് പോകാൻ വലിയൊരു ഇതൊന്നും കേട്ടോ. ഓള് വന്നിട്ട് അൺബോക്സ് ചെയ്താൽ മതി എന്നുള്ളതിലായി. അപ്പോൾ അത് പറഞ്ഞത് ഉമ്മാക്കാണെങ്കിൽ പെട്ടെന്ന് അൺബോക്സ് ചെയ്യുവാണ്. അപ്പോൾ ഇതാ അവളുടെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഇതാ കയറി പോകാണ്. കണ്ട് ഇത് കിട്ടിയിട്ട് ഒരു സമാധാനമില്ല. ഇതിപ്പം ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമൊന്നുമല്ലല്ലോ, ഇങ്ങനെ വന്നിട്ട് പൊളിക്കാനൊക്കെ ആണാണ്ട് അങ്ങനെ ഉമ്മാക്ക് പെട്ടെന്ന് ഇത് പൊളിച്ചെടുക്കണം. അപ്പൊ എങ്ങനെയൊക്കെ ഉണ്ട് നോക്കിയത്. അപ്പം ഇതാ അൺബോക്സ് ചെയ്യാം കേട്ടോ. ജിതുമോനും ഉണ്ട് അവിടെ, ഓനും കാണാൻ ആഗ്രഹിച്ച് നിൽക്കുക. അപ്പൊ എന്റെ കയ്യിൽ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും കിച്ചണിലെ ഓരോ കാര്യങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അൺബോക്സ് ചെയ്യാണ്. അപ്പോഴത് അൺബോക്സ് ചെയ്തിട്ട് കേക്ക് എടുത്തിട്ട് വേണം ഇതിലേക്ക് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ട് ഇതിന്റെ ക്വാളിറ്റി ഇതൊന്നും അറിയില്ല. ഞാനൊരു വല്ല അധികം ക്യാഷൊന്നും കൊടുത്തിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ വിചാരിച്ചിട്ട് അധികത്തിനൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പൊ സാധാ ഒരു ഇതിൽ മതി വിചാരിച്ചിട്ട് പോയത്. അപ്പം വിളിച്ച കൊമ്പ് തീരെ കട്ടിങ് കാനൊന്നും ഇല്ല കേട്ടോ. നല്ല നമുക്ക് ഇത് ഉപയോഗിച്ചെങ്കിൽ ഇതിന്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഇപ്പൊ ഒരു സ്ക്രബ്ബർ ഉണ്ട്, എന്തെങ്കിലും പറയാ, കേക്ക് എടുക്കാനുള്ളത് സാധാ ഷീലോട്ടൊക്കെ വരച്ചാൽ ചിലപ്പോൾ അതിന്റെ നോൺ സ്റ്റിക്ക് ഇതൊക്കെ പോകുമ്പോൾ അതിന്റെ ഒക്കെ ഒരു കത്തി ഉണ്ട്, കുത്തിയെടുക്കാനുള്ളത്, ഇങ്ങനെ കോരിയൊക്കെ എടുക്കാനൊരു കത്തി ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതിലേക്ക് ഓരോന്ന് ഇട്ടെടുക്കണം. അപ്പൊ കാര്യമായിട്ട് പനിയാരം ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയതാണെങ്കിലും ഇതിന്റെ ലിഡൊന്നും തീരെ കനല്ല കേട്ടോ. അങ്ങനെ ഉണ്ട്, നമുക്ക് ഇനി ഉപയോഗിച്ചെങ്കിൽ തന്നെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഒന്നുകൂടി നല്ലത് തോന്നിയത് കുറച്ച് കട്ടില്ലതും കുറച്ച് ക്വാളിറ്റി ഉള്ളതൊക്കെയാണ്. ക്വാണ്ടിറ്റി കുറച്ച് കഴിഞ്ഞിട്ട് ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നോക്കിയാണ്. അപ്പൊ ഇതാ 12 കുഴിയില്ലതാണ് കേട്ടോ വാങ്ങിയത്. സാധാരണ നെയ്യപ്പച്ചട്ടിയിൽ ഓരോന്ന് ചുട്ടിക്കാണ്ട് അത്രക്കും ടൈം പോകാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചട്ടിക്ക് ഓർഡർ ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോ നോക്കാം എന്താണ്. ഞാൻ ഇപ്പൊ ഇനി പനിയാരൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടൊക്കെ മറന്നു പോയി. വേറെ ദിവസം ആകാൻ വിചാരിച്ചു. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോക്ക് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.